ആ കുട്ടി ദിയ മുനിസിപ്പൽ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു ഡയലോഗും അതിനിപ്പുറത്തിരിക്കുന്ന മിനി ചേച്ചി പുള്ളിക്കാരത്തി ഒരു ഡയലോഗും കൂടെ താരതമ്യം ചെയ്ത് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു സിസ്റ്റത്തെ മാറ്റാം. എന്നാൽ നമ്മളെ ചേച്ചി പറഞ്ഞു അതിനൊരു ചെയർപേഴ്സന്റെ ആവശ്യമില്ലല്ലോ. ഒരു സിസ്റ്റത്തെ മാറ്റാൻ ഒരു ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ സെറ്റ് ചെയ്ത് തന്റെ കൂടെ കൊണ്ട് നടക്കണം. പുള്ളിക്കാരി മൂപ്പ് കൂടുതലാ, കുറെ വർഷമായി. അതാണ് കാര്യം. സംഭവം മനസ്സിലായില്ലേ അല്ലേ? എത്ര കൊല്ലേ പൊതുരംഗത്ത്? 25 വർഷം. പറഞ്ഞതിന്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ ഇവിടെ അഴിമതി കുറയണമെങ്കിൽ തന്റെ ടീമിനെ തന്റെ രീതിയിൽ സെറ്റ് ചെയ്ത് ഭരിക്കാൻ പഠിക്കണം. ആൺപെൺ വ്യത്യാസം ഉണ്ടോ അതിനകത്ത്? ഒരു വ്യത്യാസവും ഒന്നുമില്ല. ഏത് കെടികെട്ടിയവനായാലും ഒരു ചെയർപേഴ്സന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ ടീമിനെ അഴിമതി വിരുദ്ധമായ രീതിയിൽ അഴിമതിരഹിത ഭരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാല് ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറയണം. ഞാൻ പറഞ്ഞത് ഞാൻ ഒരാൾ വിചാരിച്ചാല് ഇന്നോ നാളെയോ എനിക്കത് ട്രാൻസ്ഫോം ചെയ്ത് ഒരു അഴിമതി വിരുദ്ധം ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് മാക്കാൻ എനിക്ക് 1-2 ദിവസം കൊണ്ട് സാധിക്കില്ല. ഇത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് സമയമെടുത്ത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ അത് മുഴുവൻ പറയണമെന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഇപ്പൊ ദിയ പറഞ്ഞതുപോലെ ഒരാളങ്ങ് പെട്ടെന്ന് ഇറക്കി തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അടുത്ത സ്റ്റെപ്പ് എന്നറിയോ? അവിശ്വാസം കൊണ്ടുവരും. ബാക്കി എല്ലാവരും കൂടി അവിശ്വാസം കൊണ്ടുവരും. പെട്ടെന്ന് തിരുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. തിരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവർ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത് ഇപ്പൊ കോംപ്രമൈസിന് പുറത്താണ്. 2 വർഷമാണ് അനുവദിച്ചിരിക്കുന്നത്. കറക്റ്റ് ശരിയല്ലേ? ഓക്കെ, ഈ 2 വർഷം അവരാകുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് കമ്മിറ്റഡ് നടക്കില്ല. കാരണം 2 വർഷം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ഒരു കോംപ്രമൈസ് ആണ്. അപ്പൊ അവർക്ക് പലപ്പോഴും പല തീരുമാനങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അവിടെ. ഇനി ഒരു കാര്യം, ഒരു മിനിറ്റ് മാഡം പ്ലീസ് കുറച്ച് നേരം സംസാരിച്ചോളൂ. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, ഞങ്ങൾക്ക് ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല പ്ലീസ്. അതെ, ഇവിടെ ജെൻഡർ ബേസ്ഡ് ആയിട്ടൊന്നും അഴിമതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് അഴിമതിയിൽ ആണും പെണ്ണുമൊന്നുമില്ല. ശരിക്കും അഴിമതി ഇല്ലാതാകാൻ എൻ്റെ അഭിപ്രായം പറയാം. അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടത് ലീഡർഷിപ്പ് നന്നായിരിക്കുക എന്നുള്ളത്. ഒരു ലീഡർ ആള് ഒരു എന്താ പറയുക, അവർക്കൊരു ഇൻറ്റഗ്രിറ്റി വേണം, മൊറാലിറ്റി വേണം, ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. അതോടൊപ്പം വിജിലൻ്റ് ആയിരിക്കണം കമ്മ്യൂണിറ്റി. സമൂഹം വളരെ വിജിലൻ്റായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണണം. നമ്മുടെ മീഡിയ നിഷ്പക്ഷമായിരിക്കണം, ജുഡീഷ്യറി അത് നിഷ്പക്ഷമായി നിലകൊണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് അഴിമതി ഒരു പരിധിവരെ മാറ്റാൻ പറ്റുമെന്നാണ് ഞാൻ യോജിക്കുന്നു. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ക്വാളിറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. അവരെങ്ങനെയുള്ള അവർ എത്തിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന വ്യക്തികളാണോ? അതാണ് ഇതിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പൊ വനിതകളായെന്നാലും ശരി, പുരുഷന്മാരായെന്നാലും ശരി, കൈക്കൂലി മേടിക്കുന്നത് അവരുടെ ഇത്തരത്തിലുള്ള പോരായ്മകളെ കൊണ്ടാണ്. ചെയ്യേണ്ടത് ഒരാള് വിചാരിച്ചാലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഈ സമൂഹത്തിൽ ഇടാൻ സാധിക്കും. അത് തിരിച്ചറിയാൻ നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളെല്ലാവരും തയ്യാറാവണം. ആ സിഗ്നേച്ചർ ഇടാനുള്ള വില്ലിങ്നെസ്, ആ കറേജ് ആണ് നമ്മളെ ഇൻകൾക്കേറ്റ് ചെയ്ത് ഇന്റഗ്രിറ്റിയുടെ ഭാഗമായിട്ട് ഇൻകൾക്കേറ്റ് ചെയ്ത് അതെ അതെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.